ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കോവയ്ക്ക മെഴുക്കുരട്ടി. പിന്നെ ഞാൻ 100 ഗ്രാം കോവയ്ക്ക, ഒരു ഏത്തയ്ക്ക, പിന്നെ 3 പച്ചമുളക്, അരമുറി തേങ്ങ തിരുമിയത്, 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം. ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കോവയ്ക്കയുടെ സൈഡ് രണ്ടും കട്ടാക്കിയിട്ട് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചിട്ട് നല്ലപോലെ ഉളച്ചങ്ങ് എടുക്കണം. എടുത്തു കഴിഞ്ഞ് വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ കറയെല്ലാം അങ്ങ് പോകും. പിന്നെ ഏത്തയ്ക്ക ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം ചീകി വെച്ചിട്ടുണ്ട്. വേണ്ട ഇതുപോലെ തൊലി ചീകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ നീളത്തിൽ നമ്മൾ കോവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഏത്തയ്ക്കായും നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളകും നീളത്തിൽ കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ കട്ടാക്കിയത്, പിന്നെ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഇത് 3 ജസ്റ്റ് ഒന്ന് ചതച്ച് വെച്ചേക്കുക. ഓക്കെയാ. ഇപ്പോൾ ഞാൻ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് 3 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നവർ കോക്കനട്ട് ഓയിൽ യൂസാക്കുന്നവർ, വെളിച്ചെണ്ണ യൂസാക്കുന്നവർ യൂസാക്കിക്കോ. ഞാൻ റൈസ് ബ്രാൻഡ് ഓയിലാണ് യൂസാക്കുന്നത്, അതുകൊണ്ട് 3 സ്പൂൺ ഞാൻ അതിൻ്റെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ കടുക് ഇട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ജീരകം കൂടെ ഇട്ട് നമ്മൾ കടുക് വറുക്കണം. കടുക് വറുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും കൂടെ ഇട്ട് നല്ലപോലെ വഴട്ടണം. ഇപ്പം നല്ലപോലെ വഴട്ടുന്നുണ്ട്. ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്ത് നല്ലപോലെ വഴണ്ട് വരണം. ഒരു റോസ് കളർ ആ പരുവം വരത്തില്ലേ, ആ പരുവം വരണം നമുക്ക്. അപ്പോൾ നല്ലപോലെ വഴട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഇട്ട് വഴട്ടണം. നല്ലപോലെ ഇതാണ്ട് ഈ പരുവത്തിന് വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും കൂടെ ഇട്ട് നല്ലപോലെ ഇങ്ങനെ വഴട്ടി എടുക്കണം. അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ വഴട്ടണം. വഴട്ടി കഴിഞ്ഞിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കോവയ്ക്ക ഇതിൻ്റെ കൂട്ടത്തിലിടണം. അതും വഴട്ടണം. നോർമലായിട്ട് നമ്മൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടി എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ സാധാരണമായിട്ട് ഉണ്ടാക്കത്തേ ഉള്ളൂ അല്ലേ. അതിൻ്റെ കൂട്ടത്തിൽ ഏത്തയ്ക്കായോ മുന്തങ്ങയോ അങ്ങനെ ഒന്നും നമ്മൾ ഇടാറില്ല. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഏത്തയ്ക്ക യൂസാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ കോവയ്ക്കായ്ക്ക് ഒരു ചെറിയ ഒരു ചൊവയുണ്ട്. എത്രയ്ക്ക് നമ്മൾ ഫ്രൈ ആക്കി എടുത്താലും അതിനൊരു ചെറിയ ചൊവയുണ്ട്. ആ ചൊവ അങ്ങ് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഏത്തയ്ക്ക അതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത്. ഇപ്പോൾ ഏത്തയ്ക്ക കിട്ടിയില്ല, അപ്പോൾ അതിന് ഞാൻ എന്ത് കൊടുക്കണം? മുന്തങ്ങ ഇട്ടോളാം. മുന്തങ്ങയും ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പം ഞാൻ നല്ലപോലെ കോവയ്ക്ക വഴട്ടിയതിന് ശേഷം എനിക്ക് ഇച്ചിരി കൂടെ എണ്ണ വേണമായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ എക്സ്ട്രാ ഞാൻ എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്തവർ ഇച്ചിരി വെള്ളം കുടഞ്ഞിട്ട് അടച്ചു വെച്ച് അങ്ങ് 3/4 ഭാഗം വേവിച്ചങ്ങ് എടുക്കണം കോവയ്ക്ക, കേട്ടോ. ഇപ്പോൾ നല്ലപോലെ കോവയ്ക്ക നല്ലപോലെ വെന്ത് 3/4 ഭാഗം വന്നതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക. അടപ്പിട്ട് മൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ, കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഇപ്പോൾ നമ്മുടെ ഇത് 3/4 ഭാഗം വെന്ത്, ഇപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കട്ടാക്കി വെച്ച ഏത്തക്ക ഇടണം. ഇപ്പോൾ ഏത്തക്കയാണെങ്കിൽ ആ കോവയ്ക്കായുടെ ആ ഒരു ചൊവ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ചൊവ അങ്ങ് മാറ്റും. അത് വരത്തില്ല. നമ്മൾ ഏത്തക്ക ഇതിനകത്ത് ഇട്ട് നമ്മൾ ചെയ്യുമ്പം കഴിക്കാത്തവരും കഴിക്കും. നല്ല ടേസ്റ്റ് കിട്ടും. ഇത് രണ്ടും കൂടെ മിക്സായി നല്ലപോലെ ഫ്രൈ ആയി നല്ല വെന്ത് വരുമ്പം അതിന് നല്ല സ്വാദുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഏത്തക്ക ഇടുന്നത്. മുന്തങ്ങയെക്കാട്ടിലും ബെസ്റ്റ് ഏത്തക്ക കിട്ടാത്ത സാഹചര്യത്തിൽ നമ്മൾ മുന്തങ്ങ ഇടുക. അപ്പം നല്ലപോലെ വഴട്ടിയിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഒരു 3 മിനിറ്റ് നല്ലപോലെ അടച്ചു വെച്ച് വേവിച്ചിട്ട് ഇത് പരുവത്തിനിപ്പം വെന്തിട്ടുണ്ട്. അതൊന്നുകൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്നില്ലയോ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ജസ്റ്റ് ഒന്ന് ചതച്ചതേ ഉള്ളൂ ഞാൻ. അപ്പോൾ അത് ഇതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം.
എല്ലായിടത്തും ഇത് തേങ്ങ എല്ലായിടത്തും ഇങ്ങനെ പറ്റുന്ന രീതിയിൽ നല്ലപോലെ അടിയിലിരുന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി അങ്ങ് കൊടുക്കണം. തീ നല്ലപോലെ ചെറുതായിട്ട് വെക്കണം. സിമ്മി വെച്ചിട്ട് നിങ്ങൾ തേങ്ങ ഇട്ട് ഇളക്കാവേ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഇട്ടതോടുകൂടി പെട്ടെന്ന് അങ്ങ് അത് കങ്ങിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ചെറിയ തീ വെച്ചിട്ടേ നമ്മൾ ഇങ്ങനെ നല്ല രീതിയിൽ ഇളക്കി അങ്ങ് കൊടുക്കാവൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് നോക്കണം, വേണമെങ്കിൽ അത്രയും ഉപ്പ് മതിയെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ കരിവേപ്പില ഇടുന്ന കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി വെച്ച് 2 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞ് എടുത്താൽ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. ഇത് സാമ്പാർ സാദം, തൈര് സാദം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ